തമിഴ്നാട്ടിലെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിജയിയെ ഈ രീതിയിലേക്ക് മാറ്റി ചാനലുകൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും വിജയിക്കാണോ? അല്ലല്ലോ. ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ സേഫ് സോൺ നോക്കേണ്ടതും സെക്യൂരിറ്റി നോക്കേണ്ടതൊക്കെ ആരാണ്? ആ ഗവൺമെന്റ്, അവിടുത്തെ പോലീസും അവിടെ ഭരിക്കുന്ന പാർട്ടിയല്ലേ. പിന്നെ എന്തുകൊണ്ട് ഗവൺമെന്റ് ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു? ഈ ഗവൺമെന്റിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സമയത്ത് മേലൊന്ന് ഒറ്റയടിക്ക് 1.5 ലക്ഷം 2 ലക്ഷം ആള് താഴോട്ട് വീണതാണോ? ഒരിക്കലുമല്ല. രാവിലെ 10 മണി മുതൽ കൂടി വന്ന സമയത്ത് പോലീസ് എന്തുകൊണ്ട് ഇതിൽ വീഴ്ചകൾ കാണിച്ചു? കാരണം ഈ 1.5 ലക്ഷത്തോളം, ഇനി വേണ്ട 10,000 ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലത്താണ് ഇവർ വിനശ്ശേരിയിലെ പോലീസ് എത്ര 700 പോലീസിനുള്ളിലാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ ആൾക്കൂട്ടം അത്രയും വലിയ രീതിയിൽ വരും. പോലീസിന്റെ ഒരു രീതി പ്രകാരം നാട്ടിലൊരു വലിയ ഒരു കാര്യം നടക്കുമ്പോൾ എന്താണ് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യല്? അവരെ സെക്യൂരിറ്റി ഫോം കാര്യങ്ങളെല്ലാം അവർ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാ? അവിടത്തേക്ക് പോലീസിനെ കൂടുതൽ വിന്യസിക്കാനും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും ആരെ ഉത്തരവാദിത്തമാണ്? DMKക്ക് അറിയാലോ. വിജയിനെ ഇന്നലെ കാണുന്നതാണോ? DMK തമിഴ്നാട്ടിലൊരു സൂപ്പർ സ്റ്റാർ അല്ലേ വിജയ്. അവിടെ വിജയ് വരുന്നിടത്ത് ആള് കൂടുമെന്നുള്ളത് ഇവർക്ക് നേരത്തെ അറിയില്ലേ? ഇവർ നേരത്തെ റൺ ചെയ്യുന്ന ഒരു പാർട്ടിയല്ലേ DMK. ആ ഗവൺമെന്റിന് ആ ഉത്തരവാദിത്തമില്ലേ? അല്ലാതെ വിജയിന്റെ തലയിൽ ഇങ്ങനെ കെട്ടിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനാണ് വിജയ്. വിജയ്ക്ക് വീഴ്ചകൾ വന്നു കാണും. അതുപോലെ തന്നെ ഉത്തരവാദിത്തം സർക്കാരിന് അതിനേക്കാളുണ്ട് ഇതിനകത്ത്. ചില മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തിനപ്പുറത്തേക്ക് ഇതൊരാഴ്ച 2 ആഴ്ച ചർച്ച ചെയ്യാന്നുള്ളതാണ് ചില മാധ്യമധർമ്മം. മനസ്സിലായല്ലോ. അതൊരു വേറെ തലത്തിലേക്ക് ഇങ്ങനെ ഡൈവേഷൻ വന്നു വരും. അതുവരെയുള്ള റീച്ചും കാര്യങ്ങളൊക്കെയാണ് മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അല്ലാതെ ഈ ഒരു വിഷയത്തിൽ വിജയ് ആ സമയത്ത് ഒഴിഞ്ഞു പോയി, അവരുടെ സേഫ് സോണിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത്, വിജയ് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് വിജയ്ക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. വിജയ് ഒരു പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാന്ന് പറഞ്ഞു വന്ന ആളല്ല. കഴിഞ്ഞ 10 വർഷമായി റിസർച്ച് ചെയ്ത് പൊളിറ്റിക്സ് പഠിച്ചു വന്ന ആൾ തന്നെയാണ്. അവിടെ പൊലിഞ്ഞ ജീവന് ഈ ഒരു ചർച്ചയും പകരം വെക്കാൻ കഴിയില്ല എന്നും അറിയാം. അതിലുപരി ഈ ചർച്ചയേക്കാൾ അപ്പുറം ഇതിനൊരു ഫൈനൽ റിസൾട്ടും അതിനൊന്നും ഒരു സൊല്യൂഷൻ ആവില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോ മാധ്യമങ്ങളും ഈ രീതിയിൽ പടച്ചുവിടുന്നവർ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ ജീവൻ പൊലിഞ്ഞവർക്ക് അതിന്റെ നഷ്ടം എന്നും ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പ്രതിബദ്ധത കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അതിനകത്ത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കൂടി മാധ്യമങ്ങൾ മനസ്സിലാവുന്നത് വളരെ നന്നായിരിക്കും. ചില മാധ്യമങ്ങൾ ഈ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനും ഇതിൽ നല്ല ഉത്തരവാദിത്തമുണ്ട്. കാരണം പിന്നെ വെള്ളം കൊടുത്തിട്ടില്ല അവിടെ, ഈ രീതിയിലൊക്കെ ചാനൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ വെള്ളം കൊടുത്തില്ല എന്ന് ആര് പറഞ്ഞു? 5 മണി വരെ അവിടെ വെള്ളം കിട്ടിയ ആളുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യം പറയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വെള്ളം തീർന്നു കാണും. പിന്നെ അല്ലാതെ 5 മണി വരെ വെള്ളം കൊടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 10 മണിക്ക് വരുന്നു തുടങ്ങിയ ആളുകളാണിത്. വിജയ് നാമക്കല്ലിലുള്ള സമയത്ത് തന്നെ ഇവിടത്തേക്ക് ആള് കൂടിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള പോലീസുകാരും നമ്മുടെ നിയമപാലകർ കാണുന്നില്ലായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒറ്റടിക്ക് വന്ന് വീണതല്ല. രാവിലെ 10 മണി മുതൽ ക്രൗഡായി വന്നൊരു ഹ്യൂജ് ആളുകളാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം വിജയ്ക്ക് മാത്രമല്ല. അപ്പൊ ഈ കാര്യങ്ങൾ ചർച്ച നടന്ന് പിന്നീടാണ് ഇത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. അല്ലാതെ ഇത് വേറെ തലത്തിലേക്ക് മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം, വിജയ് തമിഴ്നാട്ടിൽ എന്തായാലും മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളാണെന്നാണ് എന്റെ വിലയിരുത്തൽ. കാരണം വിജയ്ക്ക് അവിടെ ആളുണ്ട്. കാരണം ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ പറ്റാത്തതുകൊണ്ടാണല്ലോ അവിടെ അത്രയും ക്രൗഡായിട്ട് വരുന്നത്. പിന്നെ ഇത് പൊളിറ്റിക്സിന്റെ ഭാഗമല്ല, അവരുടെ ഫാൻസി രീതിയിലുള്ള കാര്യമാണ്. ആ വ്യക്തിയാണല്ലോ മത്സരിക്കുന്നത് എന്തായാലും. അപ്പൊ ആ വ്യക്തിക്ക് അവിടെ അത്ര ആള് കൂടും എന്നുള്ളത് എല്ലാം സർക്കാരിന് അറിയുന്ന കാര്യം തന്നെയാണ്. വിജയേക്കാൾ കൂടുതൽ അവയർനെസ് ആർക്കുണ്ടാവും? വിജയ് നോക്കി കാണുന്നവർക്ക് ഉണ്ടാവില്ലേ? അപ്പൊ ആ കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഇത് വേറെ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഈസി ടാസ്കാണ്. കാരണം വിജയ് വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഈ രീതി ചിത്രീകരിക്കാൻ ആളുകൾ കൂടുതലുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാധ്യമ ചർച്ചകൾക്ക് അപ്പുറം ഇതിനൊരു സത്യം ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആരെയും വിളിപ്പിക്കാനും ചോദിപ്പിക്കാനും വന്നതല്ല. ഇതിന്റെ സിറ്റുവേഷൻ അതാണ്. യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാണെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യണം? കാത്തിരുന്ന് കാണണം. ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.